നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ജൂൺ 19 വ്യാഴം 2025. വാർത്തകളിലേക്ക്. നിലമ്പൂർ ഇന്ന് വിധിയെഴുതും. ശുഭപ്രതീക്ഷയിൽ മുന്നണികൾ. ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും മോഹൻ ജോർജുമാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ. ഇവരെ കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും SDPIക്ക് വേണ്ടി സാദിഖ് നടുത്തുടിയും ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. 7787 പുതിയ വോട്ടർമാർ ഉൾപ്പെടെ 2,32,000 വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഈ മാസം 21-നാണ് വോട്ടെണ്ണൽ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ RSSുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് സ്വന്തം നിലയ്ക്കാണ് CPM പോരാടിയതെന്നും RSസുമായി ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായാണ് CPM സഹകരിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ വന്നപ്പോൾ MV ഗോവിന്ദൻ തന്നെ വിശദീകരിച്ചുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി RSസുമായി ഇന്നോ ഇന്നലെയോ ഐക്യപ്പെട്ടില്ലെന്നും നാളെയും യോജിക്കില്ലെന്നും വ്യക്തമാക്കി. പിണറായിക്ക് ചരിത്രം മറയ്ക്കുന്ന പ്രത്യേകതരം മറവിയെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSSുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ വിശദീകരണം നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിനെതിരെയാണ് വിജയ് ഇന്ദുചൂഡന്റെ പ്രതികരണം. ചരിത്രം വളച്ചൊടിക്കാതെ മുഖ്യമന്ത്രി രാഷ്ട്രീയ നിലപാട് പറയണമെന്നാണ് വിജയ് ഇന്ദുചൂഡൻ ആവശ്യപ്പെട്ടത്. 1977 തെരഞ്ഞെടുപ്പിലും 89 തെരഞ്ഞെടുപ്പിലും സംഘപരിവാറുമായി CPM കൂട്ടുകെട്ടുണ്ടായിരിക്കുകയെന്നാണ് വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ സമയത്ത് UDF വർഗീയ പ്രചരണം നടത്തുമെന്ന് CPM PB അംഗം MA വിജയരാഘവൻ. മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് UDFന്റെ ശ്രമം. UDFന്റേത് രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രചരണ രീതിയാണെന്നും തെരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയതരമാക്കുന്നതാണ് UDF രീതിയെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ 16 വരെ 730 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരള തീരത്തിനടുത്തുണ്ടായ കപ്പലപകടങ്ങളുമായി ബന്ധപ്പെട്ട് കടലിലും കരയിലുമായി അടിയുന്ന വസ്തുക്കളും അതിൻ്റെ അനുബന്ധ വിവരശേഖരണത്തിനുമായി ഒരു വെബ് ആപ്ലിക്കേഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വസ്തു കണ്ടെത്തിയ വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ, കാണപ്പെട്ട വസ്തുവിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, വസ്തു കാണപ്പെട്ട ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ലാൻഡ്മാർക്ക് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ശേഖരിക്കുന്നത്. സംസ്ഥാന PRD വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ചെലവിൽ പാർട്ടി ക്ലാസ്. പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുന്നതിന് ഉദ്യോഗസ്ഥർക്ക് PRD ചെലവിൽ നടത്തിയ ക്ലാസ്സിലാണ് CPM നേതാവും ഇടത് അനുകൂല നിലപാടുമുള്ള മാധ്യമപ്രവർത്തകരും ക്ലാസ് എടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന ദ്വിദിന പഠന ക്ലാസ്സിൽ ജോൺ ബിട്ടാസ്, ഡോക്ടർ അരുൺകുമാർ, MS ശ്രീകല എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി സൗകര്യം പൊതുജനങ്ങൾക്കുള്ളതല്ലെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വ്യാപക വിമർശനം. ഉത്തരവ് നിരാശപ്പെടുത്തുന്നതാണെന്നും സ്ത്രീകൾക്കും ദീർഘകാല യാത്രക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പൊതുജനാഭിപ്രായം. ഉത്തരവ് കോടതി തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സർക്കാർ എല്ലാ പൊതു ഇടങ്ങളിലും വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കണമെന്നും ജനങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനിടെ വെള്ളക്കെട്ടിലകപ്പെട്ട കുട്ടനാട് താലൂക്കിൽ ഇന്നും അവധി പ്രഖ്യാപിച്ചു. കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. ഈ അധ്യയന വർഷം ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമായ താലൂക്കാണ് കുട്ടനാട്. പ്രവേശനോത്സവം നടന്ന ആദ്യ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നില്ല. വയനാട് തുരങ്കപാത പദ്ധതിക്കുള്ള കേന്ദ്ര പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച് അന്തിമ വിജ്ഞാനം പുറത്തിറങ്ങി. വിവിധ ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയിരിക്കുന്നത്. മെയ് 14-15 തീയതിയിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ യോഗത്തിൽ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. വിജ്ഞാപനം വന്നോടെ ഇനി കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാവും. 180 കോടി വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന 2.7 കിലോമീറ്റർ നീളത്തിലുള്ള ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ അനുമതി ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗത്തിലാണ് അനുമതി നൽകിയത്. അന്തിമ അനുമതിക്ക് പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും. പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിനും ആംബുലൻസ് സർവീസിനും റോപ്പ് വേ ഉപയോഗിക്കാനാവും. കോൺഗ്രസ് നേതാവ് ആലപ്പുഴ മാരാരിക്കുളം മുൻ MLAയുമായ PJ ഫ്രാൻസിസ് അന്തരിച്ചു. ആലപ്പുഴ കോൺവെന്റ് ജംഗ്ഷനിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളം മണ്ഡലത്തിൽ VS അച്യുതാനന്ദനെ തോൽപ്പിച്ചതിലൂടെയാണ് PJ ഫ്രാൻസിസ് ശ്രദ്ധേയനായത്. മലയാളി പർവ്വതാരോഹകൻ ഷേഖ് ഹസൻ പർവ്വതത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണി വിദേശകാര്യമന്ത്രിക്ക് കത്ത് നൽകി. അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ നിരീക്ഷിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം MPയുടെ കത്തിന് മറുപടി നൽകി.
സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശമനമുണ്ടെങ്കിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. പ്രളയസാധ്യത മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടാണ് നദീതീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട മണിമലയിൽ ഓറഞ്ച് അലർട്ടും കരമന, അച്ചൻകോവിൽ, കാവേരി, ഭാരതപ്പുഴ, കോരപ്പുഴ, പെരുമ്പ, മെഗ്രാൽ തുടങ്ങിയ നദികളിൽ മഞ്ഞ അലർട്ടും നിലവിലുണ്ട്. താഴെപ്പുറ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നു. ചെലവ് കുറഞ്ഞ് അധിക വരുമാനം നേടുന്ന നിലവിൽ ലഭ്യമായ സ്പെയർ ബസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ KSRTCക്കും കല്യാണങ്ങൾക്കും സ്വകാര്യ പരിപാടികൾക്കുള്ള ചാർട്ടർ ട്രിപ്പുകൾക്ക് നിരക്ക് കുറച്ച് നൽകാനുമാണ് തീരുമാനമെന്ന് KSRTC അറിയിച്ചു. A, B, C, D എന്നിങ്ങനെയാണ് 4 വിഭാഗമാക്കിയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ഓർഡിനറി മുതൽ വോൾവോ വരെയുള്ള ബസ്സുകളാണ് ഇങ്ങനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ 5 വയസ്സുകാരന് പേവിഷബാധ ലക്ഷണം. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനാണ് പേവിഷബാധ ഉണ്ടായത്. മെയ് 30-ന് പയ്യാമ്പലത്ത് വെച്ച് കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റിരുന്നു. വലത് കണ്ണിനും ഇടത് കാലിനുമാണ് കുട്ടിക്ക് കടിയേറ്റത്. അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ എടുത്തു. കുട്ടി ഇപ്പോൾ പരിയാരത്ത് ചികിത്സയിലാണ്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് മന്ത്രി തെറ്റിദ്ധാരണാജനകമാണെന്നും സംഘടന വ്യക്തമാക്കി. ജൂൺ 11-ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധപ്രമേയത്തിൽ ഇന്ത്യ വിട്ടുന്നത് ഇന്ത്യ വെച്ച് പുറത്ത് പോരുന്ന അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,000 കവിഞ്ഞിരിക്കുന്നുവെന്നും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ വേരൂന്നി രൂപപ്പെട്ട ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ഇറാനെതിരെയുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അക്രമോത്സവങ്ങളായ പ്രസ്താവനകളെ ശക്തമായി അപലപിച്ച് CPM ഇത്തരം വാടോത്സവങ്ങൾ സംഘർഷങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ യുദ്ധത്തിലാക്കുകയും അസ്ഥിരതയിലേക്കും തള്ളിവിടുകയും ചെയ്യുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിലൂടെ പറഞ്ഞു. 2021 വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായ ഹിമാചൽ പ്രദേശിന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി 2006.40 കോടി രൂപയുടെ കേന്ദ്ര ധനസഹായം അംഗീകരിച്ചു. കേന്ദ്ര ധനകാര്യ കൃഷി മന്ത്രിമാരും നീതി ആയോഗ് വൈസ് ചെയർമാൻ അംഗങ്ങളായ സമിതിയുമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി പ്രകാരം സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള നിർദ്ദേശം പരിഗണിച്ചത്. വോട്ടർ ID കാർഡുകൾ 15 ദിവസങ്ങളിൽ ലഭിക്കുന്ന പുതിയ സംവിധാനം തുടക്കം കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കൽ, നിലവിലെ വിവരങ്ങളുടെ പുതുക്കൽ തുടങ്ങിയവയ്ക്ക് ശേഷം പുതിയ വോട്ടർ ID കാർഡുകൾ ഇനി 15 ദിവസങ്ങളിൽ വിതരണം ചെയ്യും. വോട്ടർമാർക്ക് മെച്ചപ്പെട്ട സേവനവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യതയും ഉറപ്പുവരുത്താനാണ് പുതിയ സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയത്. അഹമ്മദാബാദ് വിമാനദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ വിശാസ് കുമാർ രമേശ് അതേ വിമാനപകടത്തിൽ മരിച്ച സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ച വിശാസ് കുമാറും സഹോദരനായ അജയ് കുമാറും ഇന്ത്യയിലുള്ള സന്ദർശിക്കാനെത്തി തിരിച്ച് ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വീണ്ടും സാധാരണഗതിയിലാകുന്നു. കാനഡയിലെ ആൽബർട്ടയിൽ നടന്ന G7 വേദിയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന കാനഡയുടെ ആരോപണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധത്തിൽ ഉലച്ചിലുണ്ടായത്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിൽ അംബാസഡർമാർ നിർണായകമായതിനാൽ ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണറെ നിയമിക്കുന്നതിന് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. കാനഡയിൽ നടന്ന G7 ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും കൂടിക്കാഴ്ച നടത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.